പ്രൈസ് ലോർഡ്. ഗ്രേസ് ഫാമിലിയുടെ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, സപ്പോർട്ട് ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രഭാത ദൈവവചന ചിന്തയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുക. ഇന്ന് പ്രഭാതത്തിൽ ഈ ലൈവിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിലൂടെയൊക്കെ അറിയിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കമൻറ്റിൽ എഴുതിയിട്ട പ്രാർത്ഥന വിഷയങ്ങൾ എഴുതിയെടുത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇത് നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായി തീർന്നതിന് സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വീണ്ടും ഞങ്ങളെ ഓർക്കുക. ഇന്ന് നിങ്ങളോട് ഇടപെടുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു വചന ചിന്തയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകൾക്കകത്ത്, നിങ്ങളുടെ ഓഫീസിനകത്ത്, നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങൾ താമസിക്കുന്ന ഇടത്ത്, കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്ന ഇടത്ത് എങ്ങനെ ഒരു ഓൾട്ടർ, യാഗപീഠം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം? എങ്ങനെ സെറ്റ് ചെയ്യാം? യാഗപീഠം എന്ന വാക്ക് പഴയ നിയമത്തിൻ്റെ വാക്കാണ്. യാഗപീഠം എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് ദൈവവുമായി കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം, ദൈവവുമായി സംസാരിക്കുന്ന ഒരു സ്ഥലം, ദൈവത്തിന് ഞങ്ങളോട് ഇടപെടുന്ന ഒരു സ്ഥലം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ്. പഴയ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദൈവം സംസാരിക്കാൻ ഇറങ്ങി വരുന്ന, ദൈവം അംഗീകരിച്ചു എന്നതിന് തെളിവ് നൽകുന്ന ഇടമാണ് യാഗപീഠം, ഓൾട്ടർ എന്ന യാഗപീഠം. അതെങ്ങനെ സെറ്റ് ചെയ്യാം? യാഗപീഠം അല്ലെങ്കിൽ ഓൾട്ടർ സെറ്റ് ചെയ്യാൻ ഒരു വലിയ റൂം വേണമെന്ന് ആവശ്യമില്ല. നിങ്ങളുടെ വീടുകളിൽ ഇത് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു കസാര പോലും നിങ്ങൾക്ക് ദൈവവുമായി നിങ്ങൾക്ക് മീറ്റ് ചെയ്യുന്ന സ്ഥലമാക്കാം. ഒന്നാമത് അതിന് ഒരു സ്ഥലം നിങ്ങൾക്ക് ആവശ്യമാണ്. ദൈവത്തോട് സംസാരിക്കാൻ ഒരു സ്ഥലം ആവശ്യം. എന്തിനാണ് സ്ഥലം? നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചാൽ യേശു പതിവ് പോലെ ഗെഥസമനയിൽ പ്രാർത്ഥനയ്ക്ക് പോയെന്ന് ബൈബിളിൽ യോഹന്നാനിൽ വായിക്കും. പതിവ് യൂദ ഒറ്റിക്കൊടുക്കുന്ന യൂദയ്ക്ക് കൃത്യം അറിയാമായിരുന്നു. ആ മിലിറ്ററിയുമായി വിളിച്ച് പുരോഹിതരൊക്കെ ആയിട്ട് വരുമ്പോൾ അവൻ ഗെഥസമനയിൽ ഉണ്ടാകുമെന്ന് യൂദയ്ക്ക് അറിയാമായിരുന്നു. എന്തുകൊണ്ടറിയാം? പതിവ് പോലെ യേശു ആ സമയത്ത് ഗെഥസമനയിൽ പ്രാർത്ഥനയിൽ കാണുമെന്ന് അറിയാമായിരുന്നു. കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു കൊടുത്തത് കൊണ്ട് വന്നതല്ല, യൂദയ്ക്ക് കൃത്യമായിരുന്നു. അല്ലെങ്കിൽ യേശു ഇപ്പോൾ എവിടാന്ന് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ അതിനുവേണ്ടി തപ്പി നടക്കേണ്ട ആവശ്യം വന്നില്ല. കൃത്യം യൂദയ്ക്കറിയാം ഈ സ്ഥലത്ത് യേശു ആ സമയത്ത് കാണും. യേശുവിന് അത് ആവശ്യമായിരുന്നു, ഒരു സ്ഥലം, ഒരു സമയം. കൂടുള്ളവർക്ക് അത് അറിയാമായിരുന്നു. ശത്രുക്കൾക്ക് അത് ഒറ്റിക്കൊടുത്തതാണ് യൂദ ചെയ്ത പണി. അതിന് ഞാൻ പറഞ്ഞു വരുന്നത്, ഓൾട്ടർ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അത് ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തോട് ഇച്ചിരൂടെ അടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു സ്ഥലം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സെറ്റ് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു ചെയറാകാം, ഒരു സ്ഥലമാകാം, ആളില്ലാത്തൊരു ദേശമായിരിക്കാം, ഒരു ഭാഗമായിരിക്കാം, ഒരു വീടിൻ്റെ മുറിയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അത് നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു സ്ഥലമാക്കുക. 2, ആ സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത്, അല്ലെങ്കിൽ കൃത്യതയിലുള്ള ഒരു സമയത്ത്, ദൈവത്തിന് കേൾക്കാൻ കൃത്യതയിലുള്ള ഒരു സമയം വേണമോ എന്ന് തർക്കുത്തരം ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷെ നമ്മൾ ഇതിനകത്ത് നമ്മളെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ ഡിസിപ്ലിൻ ചെയ്യുകയാണ്. ഒരു സമയം നമുക്ക് ആവശ്യമാണ്. ആ ഓൾട്ടറിൽ ചെന്നിരുന്ന് ദൈവത്തോട് കാര്യം പറയുവാൻ നമുക്കൊരു സമയം ആവശ്യമാണ്. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണെന്നുള്ള വചനം വെച്ചുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കി കളയരുത്. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. അങ്ങനെയുള്ള അതിശക്തന്മാരായ പ്രാർത്ഥനക്കാരോടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ചെറിയ പ്രാർത്ഥനക്കാരോട്, അവർക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു അനുദിന ചിന്തയാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അന്നേരം ഒരു സ്ഥലം, ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക. 3, ആ സ്ഥലത്തെ വിശുദ്ധീകരിക്കുക. പഴയ നിയമത്തിൽ അത് രക്തമോ വെള്ളമൊക്കെ അത് തളിച്ചാണ് വിശുദ്ധീകരിക്കുന്നത്.
എന്നോട് പറയുന്നത് വിശുദ്ധീകരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സ്ഥലം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങളുടെ കൂടുള്ളവർക്ക് മനസ്സിലാകും. കൂട്ടുകാർക്ക്, വീട്ടുകാർക്ക് എല്ലാം മനസ്സിലാവണം ആ സ്ഥലം നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത്, ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ കളിതമാശ പറയാതെ ആ സ്ഥലത്ത് നിങ്ങൾ വളരെ ഗൗരവമുള്ള ആളാണെന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ സ്ഥലത്ത് ഗൗരവമായിട്ടാണ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയെ കാണുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾക്കവിടെ ഗെയിം കളിക്കാനുള്ള സ്ഥലമല്ല, നിങ്ങൾക്കവിടെ തമാശ കാണിക്കാനുള്ള സ്ഥലമല്ലെന്ന് മനസ്സിലാക്കി കൊടുക്കണം. മറ്റുള്ളവർക്കത് മനസ്സിലാവും. അതിനെ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളുടെ ഇടയിൽ അതിനെ വിശുദ്ധീകരിക്കുക. തുടർമാനം നിങ്ങൾ അവിടെ ചെല്ലാൻ ആളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർക്ക്, ഞാൻ മറ്റുള്ളവരെന്ന് ഉദ്ദേശിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഈ സമയത്ത് അവിടെ ചെല്ലുന്ന ആളാണെന്ന് മനസ്സിലാകുന്ന. യേശു അങ്ങനെ ചെയ്തത്. യേശു ശിഷ്യന്മാരുമായിട്ട് ചെന്നിട്ട് ആ സ്ഥലത്തേക്ക് തന്നെ മാറിപ്പോയിരിക്കും. ശിഷ്യന്മാർക്ക് കൃത്യം അറിയാം അപ്പുറത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനങ്ങനെ ആ സ്ഥലത്തെ അതിനു വേണ്ടി വിശുദ്ധീകരിക്കുക. ആ സ്ഥലത്ത് ദൈവവചനവും പഠനത്തിനുള്ള ക്രമീകരണം, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഒരു പ്ലെയിൻ ബുക്ക്, പേന, ദൈവവചനത്തിന് കേൾക്കാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നത് എഴുതാൻ പേനയും ബുക്കും ബൈബിളും ആ സ്ഥലത്ത് നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ അങ്ങനൊരു സ്ഥലത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തോട് ഇടപെടുത്തൊരു ഇടവാക്കി വെക്കാമെങ്കിൽ ദൈവത്തിന് ഈ തലമുറയിൽ ആരോടും പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓൾട്ടറിൽ വന്ന് പറയാം എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് പറയാനാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. കേട്ടാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഈ വെളിപ്പെടുത്തിയ സത്യത്തിന് മുമ്പിൽ, തീരുമാനിക്കുന്ന ചിലരുടെ മുമ്പിൽ ഇതുവരെ ആരോടും പറയാത്തത് അവരുടെ ആ ചെയറിൽ, ആ സ്ഥലത്ത് അങ്ങ് തുറക്കണം. ആരും കണ്ടിട്ടില്ലാത്തത്, ആരും കേട്ടിട്ടില്ലാത്തത് ഇവരോട് ദൈവം ഈ തലമുറയോടുള്ളത് പറയണമേ, ഞങ്ങളോട് പറയണമേ. ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇതിനനുസരിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരണമേ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. നമുക്ക് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.